ഞാൻ തലശ്ശേരി രൂപതയിൽ ചെങ്ങോം ഇടവകയിൽ നിന്ന്. എൻ്റെ പേര് ഡെയ്സി. മോൻ ഇവിടെ ഒരാഴ്ചത്തെ ധ്യാനത്തിന് നവംബർ മാസത്തിൽ വന്നായിരുന്നു. അന്നേരം ഇവിടെ നിന്ന് ഉപ്പ് വെഞ്ചിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭയങ്കര എലിശല്യമായിരുന്നു. തട്ടുംപുറത്തുനിന്ന് എലിയെല്ലാം കൂടെ നമ്മുടെ തട്ടെല്ലാം പൊളിച്ചു വരുന്ന പോലെയായിരുന്നു എലിശല്യം. അപ്പം ഉപ്പ് ചുറ്റിനും വെതറി. അങ്ങനെ 2-3 ദിവസം കൊണ്ടായി എലിശല്യം മാറി. വർഷങ്ങളായിട്ടുള്ള എലിശല്യാണ് മാറി കിട്ടിയത്. കുറേ കാലമായിട്ടുള്ള എലിശല്യമാണ്. പിന്നെ എനിക്ക് കാലിന് 10 വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് തേയ്മാനമാണ്. കാല് ഒരു ശകലം വലിച്ചാണ് ഞാൻ നടക്കുന്നത്. മിക്ക ദിവസവും കാലിന് നീരും, വേദന കൊണ്ട് ഉറക്കം തീരെയില്ല. ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം എനിക്ക് ഇരിക്കാനേ പറ്റുന്നില്ല. കാല് നിലത്ത് ചവിട്ടി ഇരിക്കാൻ പറ്റുന്നില്ല. കാലിന് ഭയങ്കര അസ്വസ്ഥത. ഇന്നലെ വരെയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇന്നലത്തെ ആരാധനയിൽ ബ്രദർ വിളിച്ചു പറഞ്ഞു അങ്ങനെയുള്ളവർക്കൊക്കെ സൗഖ്യമുണ്ടെന്ന്. ഒരു ഇലക്ട്രിക് ഇത് തട്ടുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിന് ഭയങ്കരമായിട്ട് സൗഖ്യം എനിക്ക് നന്നായിട്ട് എല്ലാം മാറി. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു കണ്ടോ. അതുപോലെ തന്നെ 22 വർഷമായിട്ട് എനിക്കൊരു അസുഖമുണ്ട്, ഏമ്പക്കം വരുന്ന അവസ്ഥ. അതായത് 1/2 മണിക്കൂറോളം ഇങ്ങനെ ഏമ്പക്കം വരും. ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ചു. ധ്യാനം കൂടാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല. അപ്പോൾ ഇന്നലെ വരെയും എനിക്ക് ഏമ്പക്കം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കും ആരെങ്കിലും കേൾക്കുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. ഈ സ്തുതിപ്പിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ഏമ്പക്കം വന്നുകൊണ്ടിരിക്കും. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പം മുതൽ എനിക്ക് ഏമ്പക്കം അത് കുറേശ്ശെ കുറഞ്ഞു. ഇപ്പം ഈ സമയം വരെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. നല്ലൊരു കൈയോടെ കൊടുത്ത് കണ്ടോ. ഒരു പേടിയാണ് ഇങ്ങനത്തെ ഓരോ അവസ്ഥകളെയോ. ഇതുമൂലം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇത് തീർച്ചയായും ഇത് എത്ര കാലമായിട്ടുണ്ടത്? 22 വർഷം. 22 വർഷമായിട്ടുള്ള രോഗമാണിത്. ഇത് കൊന്നേലേ ഇത് സമൂഹത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥത വരും നമുക്ക് എല്ലാവരുടെ ഇടയിലേ. അത് എന്തുമാത്രം മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ഈ ചേച്ചി. കണ്ടോ, ആ രോഗമാണത് കർത്താവ് എടുത്ത് മാറ്റിയത്. കണ്ടോ. ക്രൈസ്തലോ.